ഈശോ മിശിഹായ്ക്ക് എപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് ബഹളം ഉണ്ടാക്കാത്ത കുഞ്ഞുകുട്ടികളെ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നത്. അപ്പൊ ഇരിങ്ങാലക്കുട രൂപതയിലെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമുക്കൊരു നല്ല കൈയടി. ഞാനിങ്ങനെ വിചാരിച്ചു, ബിഗ് ഫാമിലി കുട്ടികളെല്ലാവരും ഒരുമിച്ചുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഭയങ്കര നോയ്സ് ലെവലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വളരെ ചൈതന്യമുള്ള പ്രാർത്ഥനയോടുകൂടി ജനിച്ച ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കൊരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ പിതാവ് പറഞ്ഞ പോലെ നമ്മളിന്നൊരു വലിയ യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും ശക്തമായ ആയുധങ്ങളാണ് ഈ മക്കള്. അങ്ങനെയല്ലേ? നമ്മുടെ സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്നത് യുദ്ധവീരന്റെ കയ്യിലെ ആയുധങ്ങളാണ് മക്കൾ എന്നാ പറയുന്നത്. നഗര കവാടത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ധാരാളം മക്കളുള്ള ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബത്തിലല്ലേ നമ്മളെല്ലാം ജനിച്ചത്. നമുക്കൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പിതാവ് പറഞ്ഞ പോലെ ചെറിയ പരിഹാസ വാക്കുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ പല സ്ഥലത്തൊന്നും ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു കാര്യം അറിയോ? ബഹുഭൂരിപക്ഷം പേരും ഇന്ന് കൂടുതൽ മക്കളുള്ളവരെ അസൂയയോടുകൂടിയാണ് കാണുന്നത്. അറിയോ? അത് അവർക്ക് സാധിക്കാത്തൊരു കാര്യം. പ്രത്യേകിച്ച് ഞാൻ അമ്മമാരെ ഈ സമയത്ത് ഞാൻ എടുത്തു പറയാം. അവരനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാട് അത് ആ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതകാലത്തിൽ അവർക്കത് മനസ്സിലാകുന്ന നിമിഷം അവർ പറയും, ഈ ലോകത്തിൽ എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഓരോ മകനും മകളും തിരിച്ചറിയുന്ന ഒരു ദിവസം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ അമ്മയെക്കുറിച്ചുള്ള നല്ല ഓർമ്മ നമുക്കുണ്ട്. അപ്പന്മാരെ ഞാൻ പറയാട്ടോ, ഒരു സമയമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഭാര്യയുടെ ഒരു ദൃഢനിശ്ചയം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് തന്നെ 5 മക്കൾ വേണമെന്നൊരു ആഗ്രഹം, ഞങ്ങളുടെ പെണ്ണ് കാണലുമൊക്കെ കഴിഞ്ഞ് മനസ്സമ്മതത്തിൻ്റെയൊക്കെ സമയത്തേക്കിൻ്റെ ചുമ്മാ വർത്തമാനമൊക്കെ പറയുമ്പോൾ 5 മക്കളെങ്കിലും ഉണ്ടാവണമെന്നുണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവളും പറഞ്ഞു എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു തീരുമാനം തെറ്റിയില്ല. ദൈവം അനുവദിച്ച ഒരു പെണ്ണ് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് യാത്ര എളുപ്പമായിരുന്നില്ല. ഈ കഴിഞ്ഞ വർഷം എൻ്റെ 5ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ എൻ്റെ മൂത്ത മകന് 21 വയസ്സുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് 45 വയസ്സുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 45ാമത്തെ വയസ്സിൽ നമ്മുടെ സാഹചര്യത്തിൽ ഒരു പ്രസവം എളുപ്പമാണെന്ന്? എല്ലാ ഡോക്ടർമാരും പറയും വേണ്ട വേണ്ട എന്ന് പറയും. മൂത്ത മോന് 21 വയസ്സുണ്ട്. ഞാനും ഭാര്യയും കൂടെ വളരെ തന്ത്രപരമായിട്ടാണ് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അവനൊന്നും പറഞ്ഞില്ല, അവന് സന്തോഷമായി. നമുക്കൊരു 5ാമത് ഒരാൾ കൂടെ വരട്ടെ. അപ്പോൾ ഓൾറെഡി എനിക്ക് 2 ആണും 2 പെണ്ണും ഉണ്ട്. അപ്പോൾ 5ാമത്തെ കുട്ടി ആണായാൽ അബ്രഹാം എന്നും പെണ്ണായാൽ സാറ എന്നും ഇടാമെന്നിങ്ങനെ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരുക്കമായി. പക്ഷെ അവസാനത്തെ ആഴ്ച അവൾക്ക് കോവിഡ് ബാധിച്ചു. അപ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ഡെലിവറി. അതിനു മുമ്പ് ഞാൻ പറയുകയാണ്, ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞു. ആദ്യം ഒരു 3-4 പ്രാവശ്യമുള്ള ഡെലിവറി എല്ലാം നോക്കിയിരുന്ന ഡോക്ടറിന് പ്രായമായപ്പോൾ ഞങ്ങളൊരു പുതിയ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ നോക്കി. 3 ഡോക്ടേഴ്സ് ഞങ്ങളെ ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് ഉപദേശിച്ചു. എന്നെ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ അവളുടെ നിശ്ചയം ദൃഢമായിരുന്നു. ദൈവം തന്ന ഈ കുഞ്ഞിനെ എന്ത് കാരണവശാലും അതെൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനത് പ്രസവിച്ചിരിക്കുമെന്നുള്ള അവളുടെ ആ ഒരു കരുത്തേറിയ ദൃഢനിശ്ചയത്തിൻ്റെ മുൻപിൽ ഞാൻ തോറ്റുപോയി. അങ്ങനെയാ. പക്ഷെ ഏത് ഡോക്ടർ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടർ നമുക്കുണ്ടാവണ്ടേ? ദൈവാനുഗ്രഹത്താൽ ടോണി നീലങ്കാവിൽ, പിതാവിൻ്റെ അനുജൻ ഡോക്ടർ ജോഷി നീലങ്കാവിൽ ഞങ്ങളുടെ ഉദ്യമത്തോടുകൂടി ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രാജഗിരി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞ് ജനിച്ചു. ഒരുപാട് പ്രാർത്ഥനകൾക്ക് നടുവിലാണ് കുഞ്ഞ് ജനിച്ചത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കോവിഡ് ബാധിച്ച് ഒരാൾ പ്രസവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ ദൈവം വളരെ നല്ലൊരു കുഞ്ഞിനെ തന്നു. ഈ അബ്രഹാമിന് വയസ്സായ പ്രായത്തിലുണ്ടായ പെൺകുഞ്ഞിന് ഞങ്ങൾ സാറ എന്ന് പേരിട്ടു.
കുടുംബത്തിൽ മറിയവും അന്നമ്മയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന് എലിസബത്ത് എന്ന് മാമോദീസ പേരും വെച്ചു. പക്ഷെ ഇതിനുള്ളിൽ ഒരു സംഭവമുണ്ട്. ഒരു വർഷത്തോളം അഞ്ചാമത്തെ കുഞ്ഞിൻ്റെ കാര്യം കേട്ടപ്പോൾ എന്നോട് ഒന്നും പ്രത്യേകിച്ച് പറയാതിരുന്ന എൻ്റെ മൂത്ത മകൻ, അവൻ 21 വയസ്സാന്ന് ഞാൻ പറഞ്ഞു. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു, മോനെ എടാ അമ്മ പ്രസവിച്ചു, കുട്ടി പെണ്ണാണ്, അമ്മയും കൊച്ചുമൊക്കെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, അപ്പൻ്റെ കൂടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ആരുമില്ല. ഉറപ്പാണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്ക്. ഞാൻ പറഞ്ഞു, മാറി നിൽക്കാം. അപ്പാ ഇനി വേണ്ടട്ടാ, നിർത്തിക്കോ. ഒരുപാട് സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ശരിയടാ, ഇത് അപ്പം വിചാരിക്കുന്ന കാര്യമല്ല, ഇത് തമ്പുരാൻ വിചാരിക്കുന്ന കാര്യമാണ്. അപ്പം തമ്പുരാൻ എനിക്ക് 5 മക്കളാണ് അനുവദിച്ചതെങ്കിൽ എനിക്ക് 5 മക്കളുണ്ട്. എനിക്ക് തമ്പുരാൻ അതിൽ കൂടുതലും മക്കൾ തരാൻ തമ്പുരാന് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അതിൽ കൂടുതൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചിരിച്ചു. അവൻ പറഞ്ഞു, അപ്പാ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ കൂട്ടുകാരെയൊക്കെ ഫേസ് ചെയ്യാൻ. അവരൊക്കെ പല പല തമാശകളും പറഞ്ഞു കുത്തുവാക്ക് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ, എൻ്റെ അപ്പനും ഉണ്ടായിരുന്നു 5 മക്കൾ, എൻ്റെ അപ്പാപ്പന് 10 മക്കളാണ്, എൻ്റെ അമ്മയുടെ വീട്ടിലും 10 മക്കളാണ്. ഞങ്ങളൊക്കെ കുടുംബത്തിൽ ചെറുപ്പത്തിൽ കൂടുമ്പോൾ, കസിൻസ് എല്ലാവരും കൂടെ കൂടുമ്പോൾ, കുടുംബത്തിൻ്റെ ആ ഒരു വലിപ്പം, കുടുംബത്തിൻ്റെ ആ ഒരു ഐശ്വര്യം, അവിടെ നിന്നല്ലേ കത്തോലിക്ക കുടുംബത്തിൻ്റെ ഐശ്വര്യവും പാരമ്പര്യവും എല്ലാം നമ്മൾ നേടിയെടുത്തത്. അതിൽ നിന്നും 1 ഇഞ്ച് പിന്നോക്കം നിങ്ങൾ പോകരുത്. എന്ത് ശക്തിയാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് ഒരുമിക്കുമ്പോൾ. 5 മക്കളുടെ പിതാവെന്ന നിലയിൽ സന്തോഷത്തോടുകൂടി ഞാനൊരു കാര്യം പറയാം. കൂടുതൽ മക്കൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കത് പ്രചോദനമായിക്കോട്ടെ. എൻ്റെ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും എന്നെ തമ്പുരാൻ എന്നെ ആത്മീയമായും സാമ്പത്തികപരമായും എൻ്റെ തൊഴിൽപരമായും എല്ലാം എന്നെ ഉയർത്തിയിട്ടേ ഉള്ളൂ. 1 ഇഞ്ച് പോലും ഞാൻ താഴത്തോട്ട് പോയിട്ടില്ല. എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിക്കാറുണ്ട്, എടാ എങ്ങനെയാടാ ഇതുങ്ങളുടെ എല്ലാം ഫീസ് കൊടുക്കുന്നത്, ഇതുങ്ങളുടെ എല്ലാം ചെലവ് എങ്ങനെയാണ് നോക്കുന്നത്? അവരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് പരിതപിക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു സന്തോഷം വരും. കാരണം ഒരു സ്ഥലത്തെ പേയ്മെന്റ് പോലും വൈകാതെ, ഒരു കാര്യത്തിനും തടസ്സമില്ലാതെ നമ്മളെ കാക്കുന്ന ദൈവം, അതുകൊണ്ടല്ലേ ദൈവപരിപാലനയിൽ ആശ്രയിച്ചു നിൽക്കുന്ന നമ്മെ 1 ഇഞ്ച് പോലും കൈവിടാതെ ദൈവം കാത്തുപരിപാലിക്കും. അതുകൊണ്ട് 4, 5, 6, 7, 8, 9 ഒക്കെ മക്കളുള്ള വലിയ കുടുംബങ്ങൾ ഇരിങ്ങാലക്കുടയിൽ ഇനിയും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഒരു വലിയ മനസാന്നിധ്യം, ഒരു കരുത്ത് അതുണ്ടാവട്ടെ. ഇനി അപ്പന്മാരോട് പറയട്ടെ, ഈ അപ്പന്മാർ മുഴുവൻ നിങ്ങളുടെ ഓരോ അധ്വാനവും, നിങ്ങളുടെ നെറ്റിയിലെ ഓരോ വിയർപ്പും അത് നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായും ആത്മീയമായുമുള്ള നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ജോലിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം പറയാം, എൻ്റെ പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ശക്തമായി അതിമനോഹരമായി തന്നെ ഞാൻ നിർവഹിക്കുന്നു. നിന്റെ വേലയ്ക്കുള്ള, നിന്റെ ശുശ്രൂഷയ്ക്കുള്ള മക്കളിൽ ആരെങ്കിലും ഒരുവനായി എൻ്റെ മക്കളെ ദൈവവിളിയിൽ നീ എടുക്കണമെന്ന് ഈ അപ്പന്മാർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. എനിക്കറിയാവുന്ന എല്ലാ വൈദികരുടെയും, എല്ലാ കന്യാസ്ത്രീമാരുടെയും, എല്ലാ പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെ മുട്ടിലെ തഴമ്പ് നിങ്ങളൊന്ന് കാണണം. കത്തോലിക്ക സഭയിൽ മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കരുപ്പിടിപ്പിച്ചതാണ് കത്തോലിക്ക സഭയിലെ പൗരോഹിത്യവും സന്യാസവും. അത് ചെറിയ ചെറിയ ആരോപണങ്ങളിൽ തകർന്നു വീഴുന്ന ഒന്നല്ല. മക്കളെ ദൈവവിളിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മുടെ മക്കൾക്ക് 1 ഇഞ്ച് പോലും ദൈവവിളി ഉണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് ദൈവവിളി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഉത്തരവാദിത്തം അത് നമുക്ക് തന്നെയാണ്. നമ്മുടെ തെറ്റുകളാണ് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളോട് ചെയ്യുന്നത്. വിശുദ്ധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെന്ന് ആഗ്രഹമുള്ള ഓരോ മാതാപിതാക്കളും സ്വയം പൂർണ്ണമായ വിശുദ്ധിയിലേക്ക് കടന്നു വരിക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് 100%. ആ 100%-ൽ 1%-ൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ ജീവിത വിശുദ്ധി നമുക്ക് നേടാൻ സാധിക്കില്ല. എനിക്ക് ഇരിങ്ങാലക്കുടയിൽ ബ്രാസ്, ഓട്ട്, എന്താ പറയുക, പിച്ചള, ഇതിൻ്റെ എല്ലാം പാത്രങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്, AKP മെറ്റൽസ്. അവൻ എറണാകുളത്താണ്.
അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാം അവരുടെ വീട്ടിലും കടയിലും ഒക്കെയുള്ള ഓരോ ബ്രാസിൻ്റെ പാത്രമൊക്കെ ഇങ്ങനെ തുടച്ചു വെക്കുന്നത്. പിൽക്കാലത്ത് എൻ്റെ അപ്പൻ്റെ പെങ്ങൾ കന്യാശ്രീ സിസ്റ്റർ ആൻറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്രൈസ്തവ ജീവിതം ഇതുപോലെയാണ്. ഒരല്പമെങ്കിലും മടി പിടിച്ചു പോയാൽ സന്ധ്യാകുരിശുവരുടെ കാര്യത്തിൽ, കൗദാശിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ, വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ, പിതാക്കന്മാരോടും സഭയിലെ വൈദികന്മാരോടും സഭാ നിയമങ്ങളോടുള്ള കാര്യത്തിലൊക്കെ ഒരല്പമെങ്കിലും ഉദാസീനത ബാധിച്ചു തുടങ്ങിയാൽ നമ്മൾ ക്രിസ്തുവിൽ നിന്നും സാവധാനം നമ്മൾ അകന്നകന്നു പോവുകയും നമ്മുടെ ജീവിതം ക്ലാവ് പിടിച്ചതായി മാറുകയും ചെയ്യും. അടിക്കടിയുള്ള കുമ്പസാരത്തിന് മക്കളെ പ്രേരിപ്പിക്കുക, എല്ലാ ദിവസവുമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മക്കളെ പ്രേരിപ്പിക്കുക. മക്കളെ എല്ലാവരും ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുന്നതിന് ഒരുപാട് നന്ദി. മക്കളെ, നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ രൂപത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നത് പോലെ തന്നെ ദയവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്ന് എന്നെ ഇന്നത്തെ കാര്യം, ഇന്നത്തെ ഉദ്യമം മര്യാദയ്ക്ക് ചെയ്യുവാൻ സാധിച്ചതിന് നന്ദി പറയുന്ന മക്കളായി നമ്മൾ മാറണം. അപ്പന്മാരും അമ്മമാരും എല്ലാവരും വീട് വിട്ടു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കും, പക്ഷെ യാത്ര അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കില്ല. നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ പ്രാർത്ഥിക്കും, പക്ഷെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയില്ല. പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുന്ന ദൈവത്തിൻ്റെ മുന്നിലേക്ക് മടങ്ങി വരണം. അവിടെ നിന്ന് ഒരു വാക്ക് നന്ദി പറഞ്ഞിട്ടേ നീ നിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോകാവുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ അപ്പനാണ് എൻ്റെ റോൾ മോഡൽ. സ്കൂൾ അധ്യാപകനായിരുന്നു എൻ്റെ അപ്പൻ. എല്ലാ കുട്ടികൾക്കും ഉപദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണ് അധ്യാപകർ, നിങ്ങൾക്കറിയാലോ. പക്ഷെ ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു പറയാം, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തോളം വലുതല്ല ഈ ഭൂമിയിലൊന്നും. മാതാപിതാക്കൾക്ക് നല്ലത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് പോലും അത് മാറ്റി വെക്കരുത്. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ഒരുമിച്ച് കൂടണം. സാധ്യമാവുന്ന വിശുദ്ധരുടെ ജീവിതം, സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് കാണണം. എനിക്കറിയാം പല സിനിമകളും ഇന്ന് റിലീസാവുമ്പോൾ ഒരു കാര്യം ഒന്ന് ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ജെയിംസ് ആൻഡ് ആലീസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടവരൊന്ന് കൈപൊക്കിക്കേ. തിയേറ്ററിൽ പോയി കണ്ടവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. പിന്നെ എങ്ങനെയാ മക്കളെ നമ്മുടെ നാട് നന്നാവുന്നത്? അത്രയും നല്ലൊരു സിനിമ വന്നിട്ട് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? അപ്പോൾ ഈ മാതാപിതാക്കളും മക്കളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ പോയി കാണുക, നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. പിതാവ് പറഞ്ഞ പോലെ ഒരു IAS ഉദ്യോഗസ്ഥൻ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണ്ടേ, ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാവണ്ടേ. എൻ്റെ സുഹൃത്ത് നൈജോയെ പോലുള്ള ശക്തരായ ക്രൈസ്തവ നേതാക്കന്മാർ പൊളിറ്റിക്സിന്റെ നിലയിലേക്ക് വരണ്ടേ. നൈജോയ്ക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നൈജോ ഇലക്ഷനൊക്കെ നിൽക്കും, നൈജോ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ ചാലക്കുടിയിൽ നിന്ന് നൈജോ ജയിച്ചു വരട്ടെ. അതിനുള്ള ഒരു അനുഗ്രഹം ദൈവം നൈജോയ്ക്ക് തരട്ടെ. ഒരുപാട് ശക്തരായ നല്ല മക്കള് നമുക്കുള്ളതിനെ ഓർത്ത് എല്ലാ ദിവസവും നന്ദി പറയുക. ഇപ്പോൾ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലെ അപ്പച്ചമ്മ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞു വരെ എൻ്റെ ആ പ്രാർത്ഥനകൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നാലാമത്തെയും അഞ്ചാമത്തെയൊക്കെ കുഞ്ഞു വരുമ്പോൾ ഉദരത്തിൽ കൈവച്ചുള്ള പ്രാർത്ഥന എത്രത്തോളം ഫലപ്രദമാണെന്നും അത് കുഞ്ഞിന് എത്രത്തോളം ശാന്തത കൊടുക്കുമെന്നൊക്കെ അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം ഈ ബിഗ് ഫാമിലി ഇതിന് എന്നെ വിളിച്ചതിനും ഡോക്ടർ രഞ്ജുവിനെയൊക്കെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. ഈ കടുത്ത സാഹചര്യത്തിലൊക്കെ ഒരുപാട് മക്കളുള്ള കുടുംബങ്ങളായി മാതൃകയാവുന്ന ഡോക്ടറിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്.